നെട്ടൂർ പെട്ടി അല്ലെങ്കിൽ മലബാർ ബോക്സ് അല്ലെങ്കിൽ പെട്ടകം എന്നൊക്കെ പറയും. പിന്നെ ചെറിയ ചെറിയ തൂക്ക് കട്ടകളും ഒരുപാട് നാടുകളിലെ കറൻസി നോട്ടുകളും പിന്നെ തൊഴിലുറപ്പിൻ്റെ യൂണിഫോമും ഇതെല്ലാം നമ്മുടെ കൊച്ചു കുട്ടികൾ ഇവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുകയാണ്. പിന്നെ വായനക്കാർക്ക് ആവശ്യമുള്ള ഒരുപാട് പുസ്തകങ്ങളും അവർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് പിന്നെ പറയണ്ടല്ലോ, കുട്ടികളുടെ ഫേവറേറ്റ് അല്ലേ. അതെ, ഇതെല്ലാം നമ്മുടെ കരിപ്പോടുള്ള വിദ്യോദയ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ കാഴ്ചകളാണ് കേട്ടോ. യങ് ഇന്നോവേറ്റേഴ്സ് എക്സ്പോ, ബുക്ക് എക്സിബിഷൻ, കൂടാതെ തന്നെ അഖില കേരള ബാലജന സഖ്യത്തിൻ്റെ വിദ്യോദയ യൂണിറ്റിലെ ഹോണസ്റ്റി ഷോപ്പും കൂടെ ആയപ്പോൾ ഈ ഒരു പ്രോഗ്രാം വൻ സക്സസ്ഫുൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ വിമുക്തി ക്ലബിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഫോട്ടോ ബൂത്ത് ഇവിടെ ഉണ്ടായപ്പോഴേ ഞാനും എൻ്റെ സുഹൃത്തുക്കളും അവിടുത്തെ ടീച്ചേഴ്സും എല്ലാവരും ചേർന്ന് ഒരുപാട് ഫോട്ടോസ് ഇങ്ങോട്ട് എടുത്തു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ മരത്തണലിൻ്റെ ചുവട്ടിലുള്ള ഈ ഒരു ഫോട്ടോ ബൂത്ത് നല്ല ഒരു കാഴ്ചയും അനുഭവമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എക്സിബിഷൻ ഹാളിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ സയൻസ് എക്സിബിഷൻ ഹാളിലേക്ക് കടക്കാം കേട്ടോ. ഈ കുഞ്ഞു കുരുന്നുകളും വലിയ കുട്ടികളും എല്ലാവരും ചേർന്ന് 2-3 മാസത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കുരുന്നുകളുടെ മനസ്സിൽ വരുന്ന ഓരോ കൗതുക കാഴ്ചകളും കൂടാതെ തന്നെ ശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് ഇന്നോവേറ്റീവ് പ്രോജക്ട്സും എക്സ്പെരിമെൻറ്റ്സും എല്ലാം അവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് കേട്ടോ. വർക്കിംഗ് മോഡലും സ്റ്റിൽ മോഡലും ചാർട്ടുകളും അങ്ങനെ അവരവരുടെ കഴിവുകൾക്ക് ഒത്ത ഒരുപാട് ക്രിയേറ്റീവ് ഐറ്റംസ് കുട്ടികളവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മൾ കാണാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണെങ്കിലും അറിവിൻ്റെ ലോകം തന്നെയാണ്. നമ്മൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും അവർക്ക് ഉത്തരം കറക്റ്റായിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഈ കാണുന്നില്ലേ ന്യൂട്ടൺ ഡിസ്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്താണ് എന്നുള്ളത് ഈ കുട്ടികൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. പിന്നെ ഫാക്ടറിയിൽ നിന്നും വരുന്ന അന്തരീക്ഷ മലിനീകരണവും നമ്മുടെ ഹൃദയത്തിൻ്റെ ഛേദവും കൂടാതെ തന്നെ പ്രപഞ്ചവും പക്ഷിശാസ്ത്രവും ജീവശാസ്ത്രവും സസ്യശാസ്ത്രവും അങ്ങനെ മനുഷ്യശാസ്ത്രം, ശരീരം എന്ന് പറയുന്ന പോലെ ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികളിവിടെ ഡിസ്പ്ലേ വെച്ചത് കാണുമ്പോൾ തന്നെ എന്ത് കൗതുകമാണെന്നറിയാം. നമ്മളും അവരെക്കാളും കുരുന്നു കുട്ടികളായിട്ട് മാറും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വിദ്യോദയ എന്ന ഈ സ്കൂളിലെ ആ കുരുന്നുകളുടെ ചിരിയും അവരുടെ കോൺഫിഡൻസും. വിദ്യോദയ സ്കൂളിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വാല്യൂസ് കൂടുതൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോഷ്യലി, ഫാമിലി പരമായിട്ടും അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ കൂട്ടുകാരുടെ ഇടയിൽ എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ളതും പിന്നെ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വാല്യൂസ് കുട്ടികൾക്ക് അവിടെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലേ. ചെറിയ ചെറിയ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കാണാൻ തന്നെ എന്ത് കൗതുകം അറിയോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അവരുടെ വർക്കിംഗ് മോഡലൊക്കെ ഇങ്ങനെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരുമ്പോൾ അവർക്ക് ആ മനസ്സിൽ നിന്ന് വരുന്നൊരു സന്തോഷമുണ്ടല്ലോ. അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ തന്നെ അവർ നമുക്ക് തരുന്ന ആ സ്നേഹവും പുഞ്ചിരിയും ഒന്ന് പറയേണ്ടത് തന്നെയാണ്. ഇനി ബാക്കിയുള്ള കാഴ്ചകൾ ഒന്ന് കണ്ടു നോക്കിയോളൂ കേട്ടോ. അങ്ങനെ സയൻസ് എക്സിബിഷൻ ഹാളിലെ കൗതുക കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ സോഷ്യൽ സയൻസ് എക്സിബിഷൻ ഹാളിലേക്ക് കടന്നു കേട്ടോ. ഇവിടെ സോഷ്യലി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. പഴയ കാലത്തെ ചെറിയ ചെറിയ കറൻസികളും 10 പൈസ, 5 പൈസ, 20 പൈസ തുടങ്ങിയ പണ്ടത്തെ നാണയങ്ങൾ വരെ കുട്ടികൾ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, 2 പൈസ പോലും അവിടെ ഉണ്ട്. പക്ഷേ ഞാൻ 2 പൈസ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അധികം യൂസ് ചെയ്തിരിക്കുന്നത് 5 പൈസ, 10 പൈസ, 20 പൈസയൊക്കെയാണ് മുട്ടായൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ തന്നെ വളരെ നിറയെ വെറൈറ്റി കോയിൻസും കുട്ടികൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ
കൗതുകം തോന്നിയത് ഈ ഒരു കൊച്ചുകുട്ടി കളക്ട് ചെയ്തിട്ടുള്ള വിദേശ കറൻസികളാണ് കേട്ടോ. അതൊരു ബിഗ് ആൽബം തന്നെ ആ കൊച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കണ്ടില്ലേ? നമ്മളൊക്കെ കുഞ്ഞു നാളിൽ ഇതുപോലുള്ളതൊക്കെ ചാർട്ടുകൾ വരച്ച് ചുമരിൽ തൂക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ കുട്ടികൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർമാരുടെ എഫർട്ട് കൂടെ ഉണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. പണ്ട് ചാർട്ട് രൂപമാണെന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ അതെല്ലാം വർക്കിംഗ് മോഡലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ATM കൗണ്ടർ കുട്ടികൾക്ക് ATM എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനൊരു ബെസ്റ്റ് ഉദാഹരണമാണ് കേട്ടോ. ബാക്കിയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്, അതുകൂടെ കണ്ടു നോക്കിയേ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തൂക്ക് കെട്ട എന്നൊക്കെ പറയില്ലേ, ചെറിയ ഗ്രാമും വലിയ ഗ്രാമൊക്കെ തൂക്കാനുള്ളതും, പിന്നെ ഈ പഴയ ഘടികാരവും, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നെട്ടൂർ പെട്ടി അല്ലേ, മലബാർ ബോക്സ്, പെട്ടകം എന്നൊക്കെ പറയും. പിന്നെ പണ്ട് കാലത്തൊക്കെ വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള ചെല്ലപ്പെട്ടി, കാശിട്ട് വെക്കുന്ന പെട്ടികളും എല്ലാം കുട്ടികൾ സൂപ്പറായിട്ട് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സോഷ്യൽ സയൻസ് എക്സിബിഷൻ ഹാളിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് അഖില കേരള ബാലജന സഖ്യത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഓണസ്റ്റി ഷോപ്പിലേക്കാണ്. കുട്ടികളുടെ തന്നെ ഒരു സ്റ്റേഷനറി ഷോപ്പാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സെയിൽസിനായിട്ട് ആരും ഉണ്ടാവില്ല. നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് നമ്മൾ കളക്ട് ചെയ്യുക, എന്നിട്ട് അവിടെ ഒരു ബോക്സ് ഉണ്ട്, അതിൽ നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് കൂടുതലാവാം, ആ എമൗണ്ട് അതിലിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക എന്നൊരു കൺസെപ്റ്റാണ് അത്. പിന്നെ വായനക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള വിമുക്തി ബുക്ക് ഷോപ്പിലേക്കാണ് ഞാൻ അവസാനമായിട്ട് കടന്ന് ചെന്നത്. ഇവിടെ ചെന്നപ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കേട്ടോ കണ്ടത്. കുട്ടി വായനക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നിറയെ കോട്ട്സും റൈറ്റിങ്സ് എല്ലാം ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും 2026 റിപ്പബ്ലിക് ഡേ വിദ്യോദയ സ്കൂള് കൊണ്ടുപോയി കേട്ടോ. കുട്ടികളുടെ കലാവാസനയ്ക്ക് പുറമെ അവർക്ക് സാമൂഹികപരമായിട്ടും വായനാപരമായിട്ടുമുള്ള എല്ലാ വാല്യൂസും ശാസ്ത്രീയപരമായിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയണം, ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു ഈ പറഞ്ഞ ദിവസം. എല്ലാം ഇഷ്ടമായോ? Under